ഹലോ, നമുക്ക് 8th ചാപ്റ്ററിലേക്ക് പോവാം. 8th ചാപ്റ്ററിൻ്റെ പേരാണ് ഖത്രെ മേ സാംബ്. ഖത്രെ മേ സാംബ്. ഖത്രെ എന്ന് പറഞ്ഞാൽ അപകടം അല്ലെങ്കിൽ ഡേഞ്ചർ. ഖത്രെ മേ സാംബ്. സാംബ് എന്ന് പറഞ്ഞാൽ സ്നേക്ക്. അപ്പോൾ സ്നേക്ക് എന്തോ അപകടത്തിലാണ്, സ്നേക്കിന് എന്തോ ഡേഞ്ചർ വന്നു. എന്താണെന്ന് നോക്കാം. ഈ ചിത്രം നോക്കിയേ. എന്താ ചിത്രത്തിൽ കാണുന്നത്? ചിത്രത്തിൽ കുറേ മൃഗങ്ങളുണ്ടല്ലേ? ഇവരെല്ലാവരും കൂടി എന്താ ചെയ്യുന്നേ? വായിച്ചു നോക്കാം. സാരേ ജാൻവർ ഇക്കട്ടെ ഹുയേ ഥേ. സാരേ ജാൻവർ, എല്ലാ മൃഗങ്ങളും ഇക്കട്ടെ എന്ന് പറഞ്ഞാൽ ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അതാണ് പറയുന്നത് എല്ലാ മൃഗങ്ങളും സാരേ ജാൻവർ ഇക്കട്ടെ ഹുയേ ഥേ. എല്ലാ മൃഗങ്ങളും കൂടി എന്തോ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാത് ചൽ രഹി തീ കി ഖത്രെ മേ അപ്നി ജാൻ കേസെ ബച്ചായേ. എന്തായിരുന്നു അവിടെ സംസാരം നടന്നുകൊണ്ടിരുന്നത്? ബാത് ചൽ രഹി തീ, അവിടെ നടന്നിരുന്ന സംസാരം ഖത്രെ മേ, ഖത്രെ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഡേഞ്ചർ. ഖത്രെ മേ അപ്നി ജാൻ, സ്വന്തം ജീവൻ, കേസെ ബച്ചായേ, എങ്ങനെ രക്ഷിക്കണം. അപ്പം മൃഗങ്ങളെല്ലാവരും കൂടി എന്താ ചർച്ച ചെയ്യുന്നത്? അതെ, പെട്ടെന്നൊരു അപകടം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ദേർ തക് ബഹസ് ചലി. ദേർ തക് എന്ന് പറഞ്ഞാൽ കുറേ സമയം ബഹസ് ചലി, ആ ചർച്ച നടന്നുകൊണ്ടേയിരുന്നു. അന്ത്മേ, ലാസ്റ്റ്, അവസാനം സബ്കോ ബന്ദർ കെ സലാഹ് ടീക്ക് ലഗേ. സബ്കോ, എല്ലാവർക്കും, ബന്ദർ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ, മങ്കി പറഞ്ഞ സലാഹ്, കാര്യം അല്ലെങ്കിൽ മങ്കി പറഞ്ഞ ഐഡിയ ടീക്ക് ലഗി, ശരിയാണെന്ന് തോന്നി. അപ്പോൾ എല്ലാവരും ഓരോരോ ഐഡിയ പറഞ്ഞിട്ടുണ്ടാകും. അതിൽ മങ്കി പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓക്കെ ആയി. ബന്ദർ കി സലാഹ് ദീക്കി, മങ്കി പറഞ്ഞത് എന്താ? ഖത്രയ്ക്ക് സമയം, എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഡേഞ്ചർ വരുന്ന സമയത്ത് സിർ പർ पैर रखकर भागना सबसे अच्छा है. സിർ പർ, തലയിൽ, पैर रखकर, पैर എന്ന് പറഞ്ഞാൽ കാല് വെച്ചിട്ട്, ഭാഗ്ന, ഓടണം. ഓ സബ്സെ അച്ചാ ഹേ, അതാണ് ഏറ്റവും ശരി. അതെന്താ അങ്ങനെ? നമുക്ക് തലയിൽ കാല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓടാൻ പറ്റുമോ? സിർ എന്ന് പറഞ്ഞാൽ തല, പേരെന്ന് പറഞ്ഞാൽ കാല്. പേരെന്തിന് വേണ്ടിയിട്ടുള്ളതാണ്? ഓടാൻ വേണ്ടിയുള്ളതാണല്ലേ. അപ്പോൾ കാലെടുത്ത് തലയിൽ വെച്ചാൽ പിന്നെ എങ്ങനെയാ ഓടുക? സിർ പർ പേർ രക്കർ ഭാഗ്ന എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിരിക്കുന്ന അതേപോലെയുള്ള മീനിങ് അല്ല. അതിൻ്റെ അർത്ഥം വേറൊന്നാണ്. അതായത് അപകടം വരുന്ന സമയത്ത് ഒന്നും നോക്കാതെ, കൂടുതലൊന്നും ചിന്തിക്കാതെ ഒറ്റ ഓട്ടം കൊടുക്കണം. അപ്പോൾ സിർ പർ പേർ രക്കർ ഭാഗ്ന എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കരുത്, അപകടം വരുന്ന സമയത്ത് ഒറ്റ ഓട്ടം കൊടുക്കണം. ഓക്കെ. ബാത്ചീത് സമാപ്ത് ഹുയി. അപ്പോൾ എല്ലാ ചർച്ചയും അവസാനിച്ചു. സമാപ്ത് ഹുയി, അവസാനിച്ചു. और सारे जानवर अपने अपने ठिकाने चले गए. सारे जानवर, എല്ലാ ആനിമൽസും അപ്നെ അപ്നെ, അവരവരുടെ ടിക്കാനെ എന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്ന സ്ഥലം, ചലേ ഗയേ, പോയി. സിർഫ് സാംബ്, സ്നേക്ക് മാത്രം, സിർഫ് എന്ന് പറഞ്ഞാൽ ഓൺലി, അപ്പം സ്നേക്ക് മാത്രം एक दूसरे का मुंह ताकते देर तक वहीं बैठे रहे. ഏക് ദൂസരേക്ക മുഹ് താക്തേ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിരിക്കുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വായിലേക്ക് നോക്കി അവിടെ കുറേ സമയം ഇരുന്നു, അങ്ങനെയാണ് അർത്ഥം. പക്ഷേ അതും ഇവിടെ കൊടുത്തിരിക്കുന്ന അതേ മീനിങ്ങിലല്ല. ഓക്കെ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വായിലേക്ക് നോക്കിയിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അവർക്ക് ആക്ച്വലി ഇപ്പോൾ ഇവിടെ എന്താ നടന്നത്, ഇവരെന്താ ഈ ഐഡിയ പറഞ്ഞത്, ഈ കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലായില്ല. സിർ പർ പർ രക്കർ ഭാഗ്ന. നമ്മുടെ സ്നേഹിക്കിന് കാലുകളുണ്ടോ? പിന്നെ ഇങ്ങനെ തലയിൽ കാലും വെച്ച് ഓടും. അപ്പം കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർ ഒന്നും മനസ്സിലാവാത്ത പോലെ അവിടെ ഇരുന്നത്.
ബാക്കി എല്ലാ മൃഗങ്ങൾക്കും മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ എഴുതുകയും അതിൻ്റെ അർത്ഥം വേറൊന്നാവുകയും ചെയ്യുന്നതിന് ഹിന്ദിയിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് പറയുന്നതാണ് മുഹാവര. അപ്പോൾ മുഹാവര എന്ന് പറഞ്ഞാൽ അത് എഴുതുന്നത് പോലെ തന്നെ ആയിരിക്കില്ല അതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആദ്യം മനസ്സിലായില്ലല്ലോ, അതേപോലെ തന്നെ ഈ സ്നേക്കുകൾക്കും കാര്യം മനസ്സിലായില്ല. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം നമുക്ക് സ്നേക്കിന് പറഞ്ഞു കൊടുക്കാം. ഓക്കേ, ഇന്നത്തെ എക്സസൈസ് നമുക്ക് പെട്ടെന്ന് നോക്കാം. ബാത്ചീത് കെ ലിയേ സാംബ് വഹി ക്യോം ബൈഠേ രഹ് ഗയാ. എന്തായിരുന്നു സാംബ് അവിടെ തന്നെ ആയി പോവാൻ കാരണം? അപ്പം സാമ്പിന് ഇവർ പറഞ്ഞത് കാര്യം മനസ്സിലായില്ല. അതേപോലെ സാമ്പിൻ്റെ ശരീരത്തിൽ കാലില്ല അല്ലേ, സാമ്പിന് വാല് മാത്രമേ ഉള്ളൂ. ആപ് സാംബ് കോ ക്യാ സാഹസ് ദേംഗേ. അതായത് ഈ കാര്യങ്ങൾ ഇപ്പോൾ സാമ്പ് അവിടെ ഒന്നും മനസ്സിലാവാണ്ടിരിക്കുകയല്ലേ, നിങ്ങൾ സാമ്പിന് എന്താ പറഞ്ഞു കൊടുക്കുക? നിങ്ങൾക്ക് പോയി പറഞ്ഞു കൊടുക്കാമോ? അങ്ങനെ പറഞ്ഞാൽ അത് കാലെടുത്ത് തലയിൽ വെച്ച് ഓടുക എന്നല്ല. എന്താണ് അർത്ഥം? ഒറ്റ ഓട്ടം കൊടുക്കുക എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ. സിർ പർ പയർ രക്കർ ഭാഗ്നെ കാ ക്യാ അർത്ഥ ഹേ? അറിയാം അല്ലേ? ഒന്നും നോക്കണ്ട, ഒറ്റോട്ടം കൊടുക്കുക. അപ്പം നമുക്ക് വെറുതെ ഒന്നൊരു എക്സാമ്പിളായിട്ട് ആ സെൻറ്റൻസസ് ഒന്ന് നോക്കാം. പക്ഷെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ നിങ്ങളുടെ ക്ലാസ്സിൽ എന്താണോ എഴുതി തന്നത് ആ സെൻറ്റൻസ് മാത്രം പഠിക്കുക. ഓക്കെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സാംബ് വഹി ക്യോ ബൈഠേ രഹ് ഗയേ. सांब सिर पर पैर रखकर भागने वाली साहस का पालन नहीं कर सकते क्योंकि उनका शरीर दौड़ने के लिए नहीं बना है. അപ്പോൾ അതിൻ്റെ ശരീരം ഓടാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, അതിന് കാലുകളില്ല. അപ്പോൾ ഈ സെൻറ്റൻസ് വെറുതെ ഒരു എക്സാമ്പിളായിട്ട് മാത്രമാണ് നിങ്ങൾ ടീച്ചർ എഴുതി തന്നത് മാത്രം പഠിക്കുക കേട്ടോ. അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആപ് സാംബ് കോ ക്യാ സാഹസ് ദേംഗേ. मैं सांप को साहस दूंगी कि वह तेज से रेगकर, रेगना എന്ന് പറഞ്ഞാൽ എഴഞ്ഞു പോവുക, खतरे से दूर चले जाए और अपने आसपास की परिस्थितियों का ध्यान रखे. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, सिर पर पैर रखकर भागने का क्या अर्थ है? നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അതറിയാമല്ലേ. सिर पर पैर रखकर भागने का अर्थ है बहुत तेज से भागना या तुरंत प्रतिक्रिया करना. बिना रंग भरे चित्र में दिए गए चित्र जैसा रंग भरिए. അതായത് ഇവിടെ ഒരു സ്നേക്കിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്, അതിൽ നന്നായി കളറെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ നെക്സ്റ്റ് ഫിഗറിൽ അതിൽ കളർ കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾ ഈ ചിത്രം ഇതുപോലെ കളർ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കുക. ജംഗൽ, ചിത്ര ഓർ ബാത്ചീത്. ഓക്കെ, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇത് നേരത്തെ മീറ്റിംഗ് പോലെ ഉണ്ടല്ലേ, എല്ലാ മൃഗങ്ങളും വന്നിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ചിത്രം നോക്കിയിട്ട് നിങ്ങൾ സംസാരിക്കണം. എന്തെങ്കിലുമൊക്കെ സെൻറ്റൻസസ്, നിങ്ങൾക്ക് കുറച്ച് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പറ്റണം. ചെറിയ സെൻറ്റൻസാണ്. ഇതിൽ ഏതൊക്കെ മൃഗങ്ങളുണ്ട്, നമുക്ക് വെറുതെ ഒന്ന് മൃഗങ്ങളുടെ പേരൊക്കെ പറഞ്ഞു പോവാം. നിങ്ങൾ സ്വന്തമായിട്ട് ചെറിയ സെൻറ്റൻസസ് ഉണ്ടാക്കാം. ഇതാരാ? തോത്ത. തോത്ത എന്ന് പറഞ്ഞാൽ പാരറ്റ്. പിന്നെ ജിറാഫ്, പിന്നെ ജിറാഫ് ഉണ്ട്. പിന്നെ കാക്കയ്ക്ക് പറയാം കൗവ. പിന്നെ ലയൺ എന്താ പറയുക? ഷേർ. ലയൻ്റെ പേരാണ് ഷേർ. പിന്നെ ആരാ അവിടെ ഉള്ളത്? കങ്കരോ. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സാംബ് കാ ഘർ. അതായത് നമ്മുടെ സ്നേക്കിൻ്റെ വീട് ഇവിടെയാണ്. അതേപോലെ ഷേർ കി ഗുഫ. ഷേർ ആരാ? ലയണാണ്. ലയൺ കാട്ടിൻ്റെ രാജാവാണ്. അതിൻ്റെ ഗുഹ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കച്ചുവ. പിന്നെ പോണ്ടിൽ ഫിഷ് ഉണ്ട്. ഫിഷിന് എന്താ പറയുക? മച്ഛലി. നമ്മുടെ സ്നേക്ക് ഇവിടെ ഉണ്ടല്ലോ, സാംബ്. ഹാത്തി. പിന്നെ ബന്ദറിൻ്റെ ഐഡിയ ആണ് എല്ലാവർക്കും ഇഷ്ടമായതല്ലേ, ബന്ദർ. പിന്നെ ബന്ദർ കാ പേട്, ഈ പേടിലാണ് ബന്ദർ ഉള്ളത്. ഇതാണ് എലിക്ക് പറയുക ചൂഹ. അവരെവിടെയാണ് ഒത്തുകൂടിയിരിക്കുന്നത്? ഒരു താലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുളം. അപ്പോൾ ഒരു താലാബിൻ്റെ കരയിലാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും 2-3 സെൻറ്റൻസ് ഈ ഒരു ചിത്രം നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക.
അടുത്തത് ഒരു ഒരു ചെറിയ കവിതയാണ്. നമുക്ക് ഈ കവിത ഒന്ന് വായിച്ചു നോക്കിയാലോ. കബരി ഛബരി ബക്കരി, കബരി ഛബരി ബക്കരി. റൈമിംഗ് വേർഡ്സ് ആണല്ലേ മൂന്നും, ഒരേപോലെ സൗണ്ട് വരുന്നുണ്ട്. കബരി, അപ്പോൾ ഈ ഖബരി ഛബരി എന്ന് പറഞ്ഞാൽ ബക്കരിയാണ്. ബക്കരി എന്ന് പറഞ്ഞാൽ ആടുകൾ. കണ്ടോ, 2 ആടിനെ കണ്ടോ? അപ്പോൾ ഒന്നാമത്തെ ആടാണ് കബരി, രണ്ടാമത്തേതാണ് ഛബരി. ഇതിൻ്റെ പിന്നാലെ 2 കുട്ടികൾ ഓടുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ കവിത ഒന്ന് വായിച്ചു നോക്കാം. ബക്കരി കബരി ബക്കരി ഛബരി. 2 ബക്കരി ഉണ്ട്. ആരൊക്കെയാ? ഒന്ന് ബക്കരി കബരിയും രണ്ടാമത്തെ ബക്കരി ഛബരിയും. കബരി ഛബരി ബക്കരി, ആകെ നികലി കബരി ബക്കരി, പീച്ചെ രഹ് ഗൈ ഛബരി. അപ്പോൾ 2 പേരും കൂടെ ഓടുകയാണ്. അപ്പോൾ ഓടുന്ന സമയത്ത് ആകെ നികലി കബരി, മുന്നിൽ ഓടുന്നത് ആരാണ്? കബരി. പിന്നെ ഓടുന്നത് ഛബരി, പിന്നാലെ ഓടുന്നത് ഛബരി. ആകെ ആകെ കബരി ബക്കരി, മുന്നിൽ ഓടുന്നത് കബരിയാണ്. പീച്ചെ പീച്ചെ ഛബരി, പിന്നിൽ ഛബരിയാണ്. സാത് ചലി ധി, ആദ്യം ഒരുമിച്ചായിരുന്നു അവർ നടന്നത്. ഹോ ഗൈ ആകെ പീച്ചെ, പിന്നെയാണ് അവർ ആകെ പീച്ചെ, മുന്നിലും പിന്നിലുമായി മാറിയത്. കബരി ഛബരി ബക്കരി, കബരി ഛബരി ബക്കരി. നല്ല രസമല്ലേ? ഫുള്ള് റൈമിംഗ് വേർഡ്സ് ആയിട്ടുള്ളൊരു കവിതയാണല്ലേ. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. ആവോ കുച്ച് ബനായേ. ഇവിടെ നല്ലൊരു പേപ്പർ എടുത്തിട്ട് എന്താ അവർ ചെയ്യുന്നത്? ഇവിടെ ഒരു ഡോഗിനെ ഉണ്ടാക്കുകയാണല്ലേ. ഇത് ഭയങ്കര ഈസിയാണ്, നിങ്ങൾക്കൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു സ്ക്വയർ പേപ്പർ എടുത്തിട്ട് അവരിത് കുറേ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ ഒരു സ്ക്വയർ പേപ്പർ എടുക്കുക, എന്നിട്ട് ഇത് ഇങ്ങോട്ട് ടേൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ 2 സൈഡിൽ നിന്നും നടുക്കേക്ക് അതിനെ മടക്കുക. പിന്നെ അതിന് ശേഷം ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇവിടുന്ന് അതിൻ്റെ അകത്തുനിന്ന് ഒരു പീസ് ഇതേപോലെ മേലേക്ക് മടക്കുക, എന്നിട്ട് രണ്ടാമത്തതും മടക്കുക. എന്നിട്ട് അവിടെ ഇതേപോലെ ഒരു കണ്ണും മൂക്കും ഒക്കെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഒരു ഡോഗിന് കിട്ടും. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കില്ലേ? ആ ഇൻസ്ട്രക്ഷൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആവോ രാ പഹചാനെ. അപ്പോൾ വന്നിട്ട് നിങ്ങൾ രാ എന്നുള്ള വേർഡ് കണ്ടുപിടിക്കൂ. ദേഖിയേ ഓർ ബോലിയേ രാ സെ ക്യാ ക്യാ ശബ്ദ ഹേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് രാ ഐഡൻറ്റിഫൈ ചെയ്യണം. എവിടെ രാ? ഇതാണ് രാ. എന്നിട്ട് ഇവിടെ കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ടല്ലേ. ആ വേർഡ്സ് ഒന്ന് വായിച്ചു നോക്കാം. രാ, റോട്ടി. റോട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ചപ്പാത്തി. പിന്നെ ഒരു ഗേൾ ഉണ്ട്, അവളുടെ പേരെന്താണ്? റാണി. അതിൻ്റെ ഫസ്റ്റ് ലെറ്ററും റാ ആണ്, റാണി. നെക്സ്റ്റ് രമ. വേറൊരു കുട്ടി ഉണ്ടല്ലേ, അവളുടെ പേരാണ് രമ. അടുത്ത വേർഡാണ് രസ്ഗുല്ല. രസ്ഗുല്ല കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഒരു സ്വീറ്റാണ് രസഗുള്ള, നല്ല വൈറ്റ് കളറിലുള്ള. രസ്സി. രസ്സി എന്ന് പറഞ്ഞാൽ കയറിനാണ് രസ്സി എന്ന് പറയാം. റേൽ. അടുത്തത് റേൽ. ആരൊക്കെ ട്രെയിനിൽ കയറിയിട്ടുള്ളത്? എല്ലാവരും കയറിയിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ നിങ്ങളിതെല്ലാം ര എന്ന് വരുന്ന ശബ്ദങ്ങളാണ്. ഇത് വായിച്ചു നോക്കണം കേട്ടോ. यहाँ कुछ शब्द दिए जा रहे हैं, इनमें से रा को खोजिए और घेरा लगाइए. അപ്പോൾ ഈ തന്നിരിക്കുന്ന വേർഡ്സിൽ എവിടെയെങ്കിലും ര ഉണ്ടെങ്കിൽ അതിനെ സർക്കിൾ ചെയ്യുക. ആദ്യത്തെ വേർഡ് ഗിൽഹരി. ഗിൽഹരി എന്ന് പറഞ്ഞാൽ എന്താ? അണ്ണാൻ. അണ്ണാൻ്റെ റീ. ബക്കറി ഇവിടെ ഉണ്ടല്ലേ, റീ. റിം ജിം. ഇതിൽ ലാസ്റ്റ് ആണോ? അല്ല, ഫസ്റ്റ് ആണ്. റിം ജിം. ര മാത്രം മതി കേട്ടോ, രീ വേണ്ട. ര. ഗിർഗിറ്റ്. ഗിർഗിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാംലിയോൺ. ഗിർഗിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ര. നെക്സ്റ്റ് ഖർഘോഷ്. ഖർഘോഷ് എന്ന് പറഞ്ഞാൽ എന്താ? റാബിറ്റ്. അതിൻ്റെ ര ഇവിടെയാണ്, ഖർഘോഷ്. दिए गए अक्षरों को छोड़कर अपने शब्द बनाइए. ഇവിടെ കുറേ ലെറ്റേഴ്സ് തന്നിട്ടുണ്ടല്ലേ. ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് കുറച്ച് വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. മിഠായി ഒരു വേർഡ് കിട്ടി. പിന്നെ ഗാഡി രണ്ടാമത്തെ വേർഡ് കിട്ടി. ദാന അടുത്ത വേർഡ് കിട്ടി. പിന്നെന്താ?
ഹാത്തി അടുത്ത വേർഡ് കിട്ടി അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ വേർഡ്സൊക്കെ ഇവിടെ എഴുതുക. അപ്പോൾ ഇതേപോലെ ഇനിയും കുറച്ച് വേർഡ്സ് കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതുക. नीचे कुछ शब्द और चित्र दिए गए हैं. इनकी सहायता से कोई कहानी बनाइए और कक्षा में सुनाइए. അപ്പോൾ ഇവിടെ കുറച്ച് വേർഡ്സും അതുപോലെ തന്നെ കുറച്ച് ചിത്രങ്ങളും തന്നിട്ടുണ്ട്. ഖർഗോഷ് നമുക്കറിയാം, റാബിറ്റ്, ബാലു ബേർ, കച്ചുവ അതായത് ആമ, ചിടിയ പക്ഷി, ബന്ദർ മങ്കി, ദോടന ഈ ഗേൾ ഓടുകയാണ്. ദോടന എന്ന് പറഞ്ഞാൽ ഓടുകയാണ്. അപ്പോൾ ഈ വേർഡ്സ് ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ കഥ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിൽ പോയിട്ട് എല്ലാവരും കേൾപ്പിച്ചു കൊടുക്കണം. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അപ്പോൾ എല്ലാവരും വായിച്ചു നോക്കണം. മുഹാവരെ ഇതിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു പുതിയൊരു കാര്യമാണ്. മുഹാവരെ എഴുതുന്ന പോലെ ആയിരിക്കില്ല അതിൻ്റെ മീനിങ്, അതിൻ്റെ വേറെ രീതിയിലായിരിക്കും മീനിങ്. ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ബൈ.